വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്ക് സർക്കാർ ഭൂമി നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. 2015-ലെ പട്ടയമാണ് റദ്ദാക്കിയത്. വിപണി മൂല്യത്തെക്കാൾ കുറവിൽ നടത്തിയ ഭൂമി കൈമാറ്റമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഏക്കറിന് 100 രൂപ നിരക്കിൽ 5.53 ഹെക്ടർ ഭൂമിയാണ് പള്ളിക്ക് സർക്കാർ നൽകിയത്. 2 മാസത്തിനകം ഭൂമിയുടെ വിപണി മൂല്യം നിശ്ചയിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, വിവരങ്ങൾ. രജനി, വയനാട് മാനന്തവാടിയിലെ 5.53 ഹെക്ടർ സർക്കാർ ഭൂമി 2015-ലാണ് കല്ലോടി സെന്റ് ജോർജ് പള്ളിക്ക് പട്ടയമാക്കി നൽകിയത്. ഈ സർക്കാർ നടപടി, പട്ടയം നൽകിയ സർക്കാർ നടപടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം ചില നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 5.53 ഹെക്ടർ ഭൂമി ഏക്കറിന് 100 രൂപ നിരക്കിലായിരുന്നു സർക്കാർ പള്ളിക്ക് പതിച്ചു നൽകിയത്. ഈ ഭൂമിയിൽ പള്ളി നിലവിൽ സ്കൂളും ഒപ്പം തന്നെ സെമിത്തേരി അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വിപണി മൂല്യത്തിനനുസരിച്ച് പള്ളിക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. അത് പക്ഷേ വിപണി മൂല്യം അനുസരിച്ച് തന്നെ ആയിരിക്കണം, ആ വില നൽകിക്കൊണ്ടായിരിക്കണം പള്ളി ഭൂമി വാങ്ങിക്കേണ്ടത്. 2 മാസത്തിനുള്ളിൽ സർക്കാർ ഈ പ്രസ്തുത ഭൂമിയുടെ വിപണി മൂല്യം നിശ്ചയിക്കണം. അതിനുശേഷം ഈ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പള്ളിയുടെ അധികാരികളോട് ആരായണം. അവർ ഈ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ വിപണി മൂല്യത്തിനനുസരിച്ച് ഈ ഭൂമി നൽകണം. ഏകദേശം 1 മാസത്തെ സമയം പള്ളിക്കാർക്ക് ഇത് സംബന്ധിച്ച് മറുപടി നൽകാൻ സർക്കാർ നൽകണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഭൂമി ഏറ്റെടുക്കാൻ പള്ളി തയ്യാറാകാത്ത പക്ഷം ആ പ്രസ്തുത ഭൂമിയിൽ നിന്നും പള്ളിക്കാരെ കുടിയിറക്കണം. അതിനുശേഷം യോഗ്യരായവർക്ക് ആ ഭൂമി വിതരണം ചെയ്യണമെന്ന് കൂടി ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളിക്കാർ ഈ ഭൂമി വിപണി വിലയ്ക്ക് അനുസരിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വില ലഭിക്കുന്ന എത്ര തുകയാണോ ആ തുക മുഴുവനും വനവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഉപയോഗിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇക്കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കിയതിനു ശേഷം ഇതിന്റെ നടപടി റിപ്പോർട്ട് 8 മാസത്തിനുള്ളിൽ ഹൈക്കോടതി മുൻപാകെ സർക്കാർ സമർപ്പിക്കുകയും വേണം. മാനന്തവാടിയിലെ ഒരു കൂട്ടം വനവാസി സംഘടനാ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. 2015-ൽ സർക്കാർ ഇത്തരത്തിലൊരു പട്ടയം അനുവദിച്ചത് അനധികൃതമായിട്ടാണ്, നിയമവിരുദ്ധമായിട്ടാണ് തുടങ്ങിയ വാദഗതികളാണ് ഹർജിക്കാർ ഹൈക്കോടതി മുൻപാകെ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഭരണഘടനാപരമായിട്ട് വനവാസികൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായിട്ടുള്ള വിധിയും ഒപ്പം തന്നെ ഈ പട്ടയം അടക്കം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിപണി മൂല്യം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് 2 മാസത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഭൂമി പള്ളിക്കാർ വാങ്ങാത്ത പക്ഷം അത് അവരെ അവിടെ നിന്ന് കുടിയിറക്കിയതിനു ശേഷം യോഗ്യരായവർക്ക് വിതരണം ചെയ്യുവാൻ കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഷ്മ, ഇവിടെ ഈ വനവാസികൾക്ക് ായിട്ടുള്ള ഭൂമിയിലാണ് ഇങ്ങനെ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ സർക്കാർ ഈ ഭൂമി പള്ളിക്കാർക്ക് നൽകിയിരിക്കുന്നതും. അപ്പോൾ തന്നെ ഈ കോടതി വിധി കൂടെ സർക്കാരിനേറ്റ തിരിച്ചടി കൂടെ തന്നെയല്ലേ? കാരണം വനവാസികളുടെ നീതി നിഷേധം കൂടെയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ആ സമയത്ത് 2015 കാലഘട്ടത്തിൽ പോലും വനവാസികൾക്കിടയിൽ ഭൂരഹിതരായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു. അവർ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ കേന്ദ്രങ്ങളിൽ അടക്കം ഏകദേശം 6000-ലധികം അപേക്ഷകളായിരുന്നു നൽകിയിരുന്നത്. ആ അപേക്ഷകൾ പരിഗണിക്കാതെ ഇരിക്കെ തന്നെയാണ് സർക്കാർ 5.53 ഹെക്ടർ ഭൂമി തുച്ഛമായ വിലയ്ക്ക് ഇത്തരത്തിൽ പള്ളിക്ക് നൽകിയത്. അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചതിനൊപ്പം തന്നെയാണ് ഹൈക്കോടതി മുൻപാകെ 2015-ൽ തന്നെ ഹർജി എത്തിയത്. എന്തായാലും ഇരുഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായിട്ട് വനവാസികൾക്കുണ്ടായിരുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിക്കൊണ്ട് ഹൈക്കോടതി പട്ടയം റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം അവിടെ നടന്നൊരു സാഹചര്യത്തിൽ വിപണി മൂല്യത്തിനനുസരിച്ച് ഭൂമി പള്ളിക്കാർക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. പക്ഷേ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പക്ഷം 3 മാസത്തിനുള്ളിൽ തന്നെ അവരെ അവിടെ നിന്ന് കുടിയിറക്കുകയും വേണം. എന്നിട്ട് ഈ ഭൂമി യോഗ്യരായവർക്ക് നൽകണം. മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ ഭൂമി വിപണി വിലയ്ക്ക് അനുസരിച്ച് ഈ പള്ളി കമ്മിറ്റിക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന തുക സർക്കാർ അത് ഉപയോഗിക്കേണ്ടത് വനവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാകണമെന്ന് കൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വനവാസികളുടെ ക്ഷേമം അത് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സർക്കാർ കണക്കിലെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി ഈ വിധിന്യായത്തിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്ക് സർക്കാർ ഭൂമി നൽകിയത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 2015-ലെ പട്ടയമാണ് റദ്ദാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.